ഓരോ വർഷത്തെയും ടെക്നോളജി ട്രെൻഡുകളുടെ ദിശാസൂചിയാകുന്ന പ്രധാന മേളകളിലൊന്നാണ് അമേരിക്കയിലെ ലാസ് വെഗാസിൽ നടക്കാറുള്ള കൺസ്യൂമർ ഇലക്ട്രോണിക് ഷോ അഥവാ സെസ്. എല്ലാ വർഷവും ജനുവരിയിലെ ആദ്യ ആഴ്ചയാണ് സെസ് നടക്കുന്നത്. ഈ എപ്പിസോഡ് തയ്യാറാക്കുന്ന വേളയിൽ ലാസ് വെഗാസിൽ മേള പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാകും ഈ വർഷത്തെ ടെക് ട്രെൻഡുകളുടെ ഒരു പോക്ക്? നമുക്ക് നോക്കാം ലാസ് വെഗാസിൽ നിന്നുള്ള കാറ്റ് പറയുന്നത് എന്താണെന്ന്. ആദ്യ ഐഫോൺ പുറത്തിറങ്ങിയിട്ട് 10 വർഷം തികയുകയാണ് ഈ വർഷം. 2007 ആദ്യ ഐഫോൺ സാക്ഷാൽ സ്റ്റീവ് ജോബ്സ് പുറത്തിറക്കിയത്. അതിനുശേഷം ലോകത്തിന്റെ മൊബൈൽ ഫോൺ സങ്കല്പങ്ങൾ ഐഫോൺ തിരുത്തി എഴുതി. നോക്കിയയും ബ്ലാക്ക്ബെറിയും പോലുള്ള അക്കാലത്തെ മുടിചൂടാമന്നന്മാർ ഐഫോൺ തരംഗത്തിൽ കടപുഴകി. ഇന്ന് 10ാം വർഷത്തിലെത്തുമ്പോൾ ആപ്പിളിന് എന്താവും പുതുതായി നൽകാനുണ്ടാവുക? ഐഫോൺ 8 വേണ്ടി തന്നെയാണ് ടെക് ലോകം ഈ വർഷം പ്രധാനമായും കാത്തിരിക്കുന്നത്. ഗാലക്സി എക്സ് എന്ന പേരിൽ ഒരു ഫോൾഡബിൾ സ്മാർട്ട് ഫോണുമായി സാംസങ് എത്തും ഈ വർഷം എന്നും സൂചനകളുണ്ട്. ഗാലക്സി എക്സിന്റെ സവിശേഷതകളെക്കുറിച്ച് അഭ്യൂഹങ്ങളല്ലാതെ ലോകത്തിന് മറ്റൊന്നും അറിയില്ല. ഒരു 4K സ്ക്രീനാകും ഈ ഫോണിനുണ്ടാവുക എന്നതാണ് പ്രധാന അഭ്യൂഹം. സ്നാപ്ഡ്രാഗൺ 835 ആകും പ്രോസസർ എന്നും അനുമാനിക്കപ്പെടുന്നു. അടുത്ത മാസം ബാഴ്സലോണയിൽ നടക്കുന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ ഈ ഫോൺ അവതരിപ്പിക്കപ്പെടും എന്നാണ് കരുതിയിരുന്നതെങ്കിലും ഗാലക്സി നോട്ട് 7ന്റെ ദുരന്തം ലോഞ്ച് വൈകിപ്പിക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഇതിനു പുറമെ സാംസങ് ഗാലക്സി S8, നോക്കിയയുടെ ആൻഡ്രോയിഡ് ഫോണുകൾ, OnePlus 4, മോട്ടോ X 2017, ഗൂഗിൾ പിക്സൽ 2, പിക്സൽ XL2, HTC 11, LG G6 എന്നിവയും ഈ വർഷം ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫ്ലാഗ്ഷിപ്പ് മോഡലുകൾ ആണ്. ടെലിവിഷൻ, ഡ്രോൺ, സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ ഇവയാകും ഇത്തവണ സെസ് ഭരിക്കുക. അതിൽ തന്നെ ടെലിവിഷൻ സെസ്സിലെ ഒരു പതിവ് അതിഥിയാണ്. ഇത്തവണയും അതിൽ മാറ്റമൊന്നും വരുന്നില്ല. പക്ഷേ ടെലിവിഷൻ ടെക്നോളജിയിൽ കാര്യമായ മാറ്റമൊന്നും വരുന്നില്ല എന്നതാണ് സങ്കടകരമായ വസ്തുത. ടെലിവിഷൻ, ഡ്രോൺ, സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ ഇവയാകും ഇത്തവണ സെസ് ഭരിക്കുക. അതിൽ തന്നെ ടെലിവിഷൻ സെസ്സിലെ ഒരു പതിവ് അതിഥിയാണ്. ഇത്തവണയും അതിൽ മാറ്റം വരുന്നില്ല. പക്ഷേ ടെലിവിഷൻ ടെക്നോളജിയിൽ കാര്യമായ മാറ്റമൊന്നും വരുന്നില്ല എന്നതാണ് സങ്കടകരമായ വസ്തുത. കുറേ കാലമായി കേൾക്കുന്ന 4Kയും HDR അഥവാ ഹൈ ഡൈനമിക് റേഞ്ച് ഇമേജിംഗും തന്നെ. ഒപ്പം തന്നെ ഏത് സ്വീകരണ മുറിയിലും ഇക്കാലത്തൊരു അൾട്രാ HD സ്ക്രീൻ അനിവാര്യമെന്നും TV നിർമ്മാതാക്കൾ ആവർത്തിച്ചു പറയുന്നു. ഈ രംഗത്തെ വമ്പന്മാരായ സാംസങ്, LG, സോണി, പാനാസോണിക് എന്നിവർ അരയും തലയും മുറുക്കി തങ്ങളുടെ പുതിയ ടെലിവിഷൻ മോഡലുകൾ സെസ്സിനെത്തിച്ചിട്ടുണ്ട്. ഹൈസെൻസ്, TCL, ലീഇക്കോ തുടങ്ങിയ രണ്ടാം നിരക്കാരും മോശമാക്കുന്നില്ല. ജനപ്രിയമായ OLED സെറ്റുകളുടെ അപ്ഗ്രേഡുമായാണ് LG സെസ്സിനെത്തിയിട്ടുള്ളത്. സോണിയും ചില OLED മോഡലുകൾ അവതരിപ്പിക്കുന്നുണ്ട്. സാംസങ്ങിന് താൽപ്പര്യം കർവ്ഡ് TVയിലാണ്. അതിന്റെ പുതിയ നിര എന്തായാലും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഷോ എന്ന സെസ്സിനെ വേണമെങ്കിൽ കാർ ഇലക്ട്രോണിക് ഷോ എന്നും തമാശയ്ക്ക് വിളിക്കാം. കാരണം അത്രയേറെയാണ് കാർ ടെക്നോളജി സെസ്സിൽ ഷോക്കേസ് ചെയ്യപ്പെടുന്നത്. ഓട്ടോണമസ് കാറുകളും കണക്റ്റഡ് കാറുകളും സെസ്സിലെത്തുന്നവരുടെ മനം കവരുകയാണ്. ഓട്ടോണമസ് കാറുകളും കണക്റ്റഡ് കാറുകളും സെസ്സിലെത്തുന്നവരുടെ മനം കവരുകയാണ്. ഡ്രൈവറില്ലാത്ത സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ യാഥാർത്ഥ്യമായ കാലം കൂടിയാണിത്. വർഷങ്ങളായി സെസ്സിൽ ഈ മേഖലയിൽ നിന്നുള്ള പ്രോട്ടോടൈപ്പുകളാണ് അവതരിപ്പിക്കപ്പെടുന്നതെങ്കിൽ ഇത്തവണ ചിത്രം വ്യത്യസ്തമാണ്.
യൂബർ പോലെയുള്ള ഓൺലൈൻ ടാക്സി കമ്പനികൾ ലോകത്തെ ചില നഗരങ്ങളിൽ സ്വയം ഡ്രൈവ് ചെയ്യുന്ന കാറുകൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഗൂഗിളിന്റെ ഡ്രൈവറില്ലാ കാറുകളെക്കുറിച്ചും ലോകം ഏറെ കേട്ടുകഴിഞ്ഞു. ലോകത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം ഒഴുകി നീങ്ങുന്ന ഡ്രൈവറില്ലാ കാറുകൾ ഈ വർഷത്തെ പ്രധാന കാഴ്ചയാകുമെന്ന സൂചനയാണ് സെസ്സിലെ കാർ സെക്ഷൻ നൽകുന്നത്. വിയറബിൾ ഡിവൈസുകളുടെ ശനിദശ ഈ വർഷമെങ്കിലും മാറുമോ എന്നാണ് ടെക് ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം. ഗൂഗിൾ ഗ്ലാസിൽ തുടങ്ങി സ്മാർട്ട് വാച്ചിലേക്ക് എത്തിയിട്ടും ലോകം ഈ ഗാഡ്ജറ്റുകളെ അത്രയ്ക്കങ്ങോട്ട് നെഞ്ചേറ്റാൻ മടിക്കുകയാണ്. ഗൂഗിളിന്റെ സ്മാർട്ട് വാച്ച് ആൻഡ്രോയിഡ് വിയറിന് അപ്ഡേറ്റ് എത്തും ഈ വർഷം. ഗൂഗിളിന്റെ സ്മാർട്ട് വാച്ച് ആൻഡ്രോയിഡ് വിയറിന് അപ്ഡേറ്റ് എത്തും ഈ വർഷം. എന്നാൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ മിക്ക ആൻഡ്രോയിഡ് വാച്ചുകളും പരാജയമായിരുന്നു എന്നതാണ് സത്യം. പുതിയ സോഫ്റ്റ്വെയറുമായി എത്തുന്ന പുതിയ ഡിവൈസുകൾ ഈ തലവര മാറ്റുമെന്നാണ് വിപണിയുടെ പ്രതീക്ഷ. പുതിയ ആപ്പുകളും ഓപ്ഷനുകളുമായി എത്തുന്ന ആൻഡ്രോയിഡ് സ്മാർട്ട് വാച്ച് അപ്ഗ്രേഡുകൾ കൂടുതൽ ഇൻറ്റ്യൂറ്റീവ് ആകും എന്നും പ്രതീക്ഷിക്കാം. അതേസമയം ആപ്പിൾ മാത്രമാണ് സ്മാർട്ട് വാച്ചുകളിൽ വിജയം അവകാശപ്പെടുന്നത്. ആപ്പിൾ പുതിയ വാച്ചുകൾ വിപണിയിൽ എത്തിക്കുന്നതോടെ കൂടുതൽ ഉപഭോക്തൃ ശ്രദ്ധ ഈ മേഖലയിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം.